കഴിഞ്ഞ ദിവസങ്ങളിലാണ് സംഗീത സംവിധായകൻ പലാഷ് മുച്ചലുമായുള്ള വിവാഹം റദ്ദാക്കിയതായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ താരറാണിയായ സ്മൃതി മന്ദാന തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ലോകത്തോട് വെളിപ്പെടുത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അഭ്യൂഹങ്ങൾക്കും ഗോസിപ്പ് വാർത്തകൾക്കും ഇടയിലാണ് അവസാനം ആരാധകർ കാത്തിരുന്ന ആ ഒരു വിവാഹം റദ്ദാക്കപ്പെട്ടതായി സ്മൃതി തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. ഇക്കുറി ഇന്ത്യൻ ക്രിക്കറ്റിലെ നിലവിലുള്ളത് വെച്ച് ഏറ്റവും മികച്ച വനിതാ ക്രിക്കറ്ററുടെ ലൈഫിൽ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത്തരമൊരു വീഡിയോ ചെയ്യാത്തത് അത് കേവലം ഒരു ഗോസിപ്പായോ മറ്റൊരാളുടെ സ്വകാര്യ ജീവിതം ചർച്ചയാക്കണോ എന്നൊക്കെയുള്ള തോന്നലുകൾ കൊണ്ടാണ്. എന്തുതന്നെയായാലും സ്മൃതി വീണ്ടും ആ കഠിന ദിനങ്ങളൊക്കെയും മറികടന്നുകൊണ്ട് പരിശീലനങ്ങൾക്കായി നെറ്റ്സിലേക്ക് ഇറങ്ങിയ കഴിഞ്ഞ ദിവസം മുതൽ അങ്ങനെയുള്ള വാർത്തകളുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് സ്മൃതി കടന്നുപോയ ആ വഴികളെക്കുറിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ എടുക്കുകയാണ്. സത്യത്തിൽ എന്തായിരുന്നു സ്മൃതിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളും വിവാദങ്ങളും? ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് സ്മൃതി മന്ദാനയുടെ സ്ഥാനം? നമുക്കൊന്ന് പരിശോധിക്കാം. ഏതാണ്ട് ഒരു 6 വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ നവംബർ 23-നായിരുന്നു സ്മൃതി പലാഷ് വിവാഹം നടക്കേണ്ടിയിരുന്നത്. എന്നാൽ അവസാന നിമിഷം എല്ലാം തകിടം മറിയുകയായിരുന്നു. വിവാഹത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ സ്മൃതിയുടെ പിതാവ് ശ്രീനിവാസ് മന്ദാനയ്ക്ക് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് പലാഷ് മുച്ചലുമായുള്ള വിവാഹം മാറ്റിവെച്ചതായി ആ താരത്തിന്റെ മാനേജർ അറിയിച്ചതോടെയാണ് ഈ വിവാഹം വാർത്തകളിൽ ഇടം പിടിച്ചത്. സ്മൃതിയുടെ ജന്മനാടായ സാംഗ്ലിയിലെ വിവാഹ വേദിയിലേക്ക് അടിയന്തരമായി ആ സമയത്ത് ആംബുലൻസ് എത്തിയതും ആ സമയത്ത് തന്നെ വാർത്തയായിരുന്നു. പിന്നാലെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പലാഷ് മുച്ചലിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ടുകൾ വന്നു. വൈറൽ പനിയും അസിഡിറ്റിയും കാരണം മുംബൈയിലെ ആശുപത്രിയിലേക്ക് പലാഷിനെ മാറ്റിയെന്നാണ് പിന്നീട് പുറത്തു വന്ന വാർത്ത. സ്മൃതി മന്ദാന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും പ്രഭയുള്ള താരമാണ്. ഇന്ത്യയിലെ മാത്രമല്ല, ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്ററാണ്. ഇന്ത്യൻ ദേശീയ ടീമിന്റെ വൈസ് ക്യാപ്റ്റനാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ താരമാണ്. 2 തവണ ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ താരമാണ്. 1996 ജൂലൈ 18 മഹാരാഷ്ട്രയിലെ മുംബൈയിൽ സ്മിതയുടെയും ശ്രീനിവാസ് മന്ദാനയുടെയും മകളായിട്ടാണ് സ്മൃതി മന്ദാന ജനിക്കുന്നത്. അച്ഛനൊരു കെമിക്കൽ വിതരണക്കാരനായി ജോലി ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ. അമ്മ ആ സമയത്ത് ഒരു വീട്ടമ്മയായിരുന്നു. 2 വയസ്സുള്ളപ്പോൾ കുടുംബം മഹാരാഷ്ട്രയിലെ സാംഗ്ലിയുടെ പ്രാന്തപ്രദേശമായ മാധവ് നഗറിലേക്ക് താമസം മാറുന്നു. മന്ദാനയുടെ അച്ഛൻ സാംഗ്ലിക്കു വേണ്ടി ജില്ലാ തലത്തിൽ ക്രിക്കറ്റ് കളിച്ച ചരിത്രമുണ്ട്. സ്വാഭാവികമായും സ്മൃതിക്കും ഇതൊരു പ്രചോദനമായിരുന്നു. ക്രിക്കറ്റ് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സമയമായിരുന്നു അത് എന്ന് തന്നെ പറയാം. അച്ഛനു പുറമെ ബാങ്ക് മാനേജറായ സഹോദരൻ ശ്രാവണും ക്രിക്കറ്റ് ചെറുപ്പത്തിലെ നെഞ്ചോട് ചേർത്തിരുന്നു. മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ അണ്ടർ 16 ടൂർണമെന്റുകളിൽ സഹോദരൻ ശ്രാവൺ മത്സരിക്കുന്നത് കണ്ടതാണ് സ്മൃതി മന്ദാനയെ ക്രിക്കറ്റിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ പ്രേരിപ്പിച്ചത്. 9-ാം വയസ്സിൽ അവർ മഹാരാഷ്ട്രയുടെ അണ്ടർ 15 ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. 9-ാം വയസ്സിലാണ്. 11-ാം വയസ്സായപ്പോഴേക്കും അവർ മഹാരാഷ്ട്ര അണ്ടർ 19 ടീമിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. ആ ഒരു ഏജ് ഗ്യാപ്പ് തന്നെ നിങ്ങൾ നോക്കണം. ഇത്രയും ചെറിയ പ്രായത്തിലെ, അവരെക്കാൾ പ്രായത്തിൽ മൂത്തവരുടെ ടീമിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ പ്രതിഭയുടെ തിളക്കം എന്നുള്ളത് കൊണ്ട് മാത്രമായിരുന്നു. 2013 ഒക്ടോബറിൽ ലിസ്റ്റ് എ മത്സരത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി സ്മൃതി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. വഡോദരയിലെ ഒളിമ്പിക് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന വെറ്റ്സോൺ അണ്ടർ 19 ടൂർണമെന്റിൽ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി ഗുജറാത്തിനെതിരെ കളിച്ച അവർ 150 പന്തിൽ നിന്നും അന്ന് അടിച്ചെടുത്തത് 224 റൺസാണ്. അതും പുറത്താകാതെയായിരുന്നു. അതോടുകൂടിയാണ് പ്രതിഭയുടെ തിളക്കം പത്രത്താളുകളിലും ഇടം പിടിച്ചു തുടങ്ങിയത്. 2013 തന്നെ അവർ ഇന്ത്യൻ ടീമിനൊപ്പം അരങ്ങേറുന്നു. ആദ്യ മത്സരത്തിൽ 39 റൺസായിരുന്നു സ്മൃതി നേടിയത്. പിന്നീട് അടുത്ത വർഷങ്ങളിൽ മിന്നും പ്രകടനങ്ങളോടെ സ്മൃതി ഇന്ത്യൻ ടീമിൽ തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു. 2016 ആദ്യ അന്താരാഷ്ട്ര സെഞ്ചുറി നേടിയ സ്മൃതി അതിവേഗം തന്നെ പതിയെ റെക്കോർഡുകളും തന്റെ പേരിലേക്ക് മാറ്റിയെഴുതുന്ന കാഴ്ചയാണ് പിന്നീട് ക്രിക്കറ്റ് ലോകം കണ്ടത്. സെഞ്ചുറികളുടെ എണ്ണത്തിലും റൺസ് മല തീർക്കുന്നതിലും ഇന്ത്യക്ക് വിശ്വസിക്കാവുന്ന ഓപ്പണറായി മാറുന്നതിലും സ്മൃതി അതിവേഗം ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. 2019 ഫെബ്രുവരിയിൽ ന്യൂസിലാൻഡിനെതിരെ വെറും 24 പന്തിൽ നിന്നും വനിതാ T20യിൽ ഇന്ത്യക്കായി ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് സ്മൃതി മന്ദാനയായിരുന്നു. 2018 ഒക്ടോബറിൽ വെസ്റ്റ് ഇൻഡീസിൽ നടന്ന വനിതാ ലോക 2020 ടൂർണമെന്റിനിടെ T20 മത്സരങ്ങളിൽ വിമൻസ് T20 മത്സരങ്ങളിൽ നിന്നായി 1000 റൺസ് നേടുന്ന 3ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരിയായി അവർ അതിവേഗം മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. 2019 ഫെബ്രുവരിയിൽ ഗുവാഹത്തിയിൽ നടന്ന ആദ്യ T20യിൽ ഇംഗ്ലണ്ടിനെതിരെ വനിതാ ടീമിനെ നയിച്ചപ്പോൾ അവർ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ T20 വിമൻസ് ക്യാപ്റ്റനായി മാറുന്നതും നമ്മൾ കണ്ടു. 22 വർഷവും 229 ദിവസവും പ്രായമുള്ളപ്പോഴാണ് കണങ്കാലിനേറ്റ പരിക്ക് മൂലം 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ നിന്നും പുറത്തായ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന് പകരക്കാരിയായി ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം സ്മൃതി മന്ദാന അന്ന് ഏറ്റെടുത്തത്. 2024 മാത്രമായി 2020യിൽ മന്ദാന 763 റൺസുകളാണ് വാരിക്കൂട്ടിയത്. ഒരു വർഷത്തിനിടയിൽ 2020യിൽ ഏതൊരു കളിക്കാരിയും നേടുന്ന ഏറ്റവും കൂടുതൽ റൺസ് ആയിരുന്നു ആ ഘട്ടത്തിലത്. 2025 ലേഖനത്തിൽ ഏറ്റവും വേഗത്തിൽ 4000 റൺസ് നേടിയ ഇന്ത്യൻ വനിതാ താരമായി അവർ മാറുന്നു.
2025 ജനുവരി 15 പന്തുകളുടെ അടിസ്ഥാനത്തിൽ അവർ തന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടുന്നു 70 പന്തിൽ ഓസ്ട്രേലിയക്കെതിരെ. ഏകദിനത്തിൽ 10 സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ഇതിനിടെ മന്ദാന മാറുകയുണ്ടായി. സ്മൃതിയുടെ ക്യാപ്റ്റൻസിയിൽ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 2024 അവരുടെ ആദ്യ വിമൻസ് IPL കിരീടം നേടിയപ്പോൾ അവരെ ബാറ്റ് കൊണ്ടും ക്യാപ്റ്റൻസി കൊണ്ടും മുന്നിൽ നിന്ന് നയിച്ചവളായിരുന്നു സ്മൃതി മന്ദാന. അതിനൊപ്പം ഇക്കഴിഞ്ഞ മാസം നമുക്കറിയാം ഇന്ത്യ ആദ്യമായി വനിതാ ലോകകപ്പിൽ മുത്തമിട്ടപ്പോൾ സ്മൃതിയുടെ പങ്ക് വളരെ വളരെ വലുതായിരുന്നു. ആ സമയങ്ങളിൽ തന്നെയായിരുന്നു പലാഷ് സ്മൃതിയെ പ്രപ്പോസ് ചെയ്തതും സ്മൃതിയുടെ വിവാഹം ആ ലോകകപ്പ് നേട്ടത്തിന്റെ സന്തോഷത്തിനൊപ്പം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടതും. പക്ഷേ കാര്യങ്ങൾ എല്ലാം കലങ്ങി മറിഞ്ഞു തുടങ്ങിയത് പിന്നീടാണ്. സത്യത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ നിന്നും അച്ഛൻ ആശുപത്രിയിലായ സമയത്ത് തന്നെ സ്മൃതി നീക്കം ചെയ്തതോടെ ആരാധകരിൽ സംശയങ്ങൾ രൂപപ്പെട്ടതാണ്. വിവാഹം മാറ്റിവെച്ചതല്ല, മറിച്ച് റദ്ദാക്കിയതാണ് എന്ന് അന്ന് തന്നെ പലരും അടക്കം പറഞ്ഞിരുന്നു. പലാഷ് മുച്ചലിന് മറ്റൊരു യുവതിയുമായുള്ള ബന്ധം കയ്യോടെ പിടിച്ചതിനെ തുടർന്നാണ് സ്മൃതിയും കുടുംബവും ഈ വിവാഹം റദ്ദാക്കാൻ തീരുമാനിച്ചത് എന്നായിരുന്നു ആ സമയത്തെ പ്രചരണം. ഇതിന് ആധാരമായതാവട്ടെ പുറത്തു വന്ന ചില ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളായിരുന്നു. 2025 നവംബർ 23 മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ സ്മൃതിയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൗസിൽ സ്മൃതി പലാഷ് വിവാഹത്തിന് മുമ്പ് തന്നെ അവിടെ 2 ദിവസത്തിലേറെയായി പ്രീ വെഡിംഗ് ചടങ്ങുകളും ആഘോഷങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നതിന് പിന്നാലെയാണ് സ്മൃതിയുടെ പിതാവ് ശ്രീനിവാസ് മന്ദാനയ്ക്ക് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടുകയും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതോടെയാണ് വിവാഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഊഹാപോഹങ്ങളുടെയൊക്കെയും തുടക്കമുണ്ടാകുന്നത്. ഇരുവരും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആശുപത്രി വിട്ടെങ്കിലും പിന്നീട് വിവാഹ കാര്യത്തിൽ തീരുമാനമൊന്നും ഉണ്ടായില്ല. ചില മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയാണ് സ്മൃതി മന്ദാനയും പലാഷ് മുച്ചലും 2019 ആദ്യമായി പരിചയപ്പെടുന്നത്. ഏതാണ്ട് 6 വർഷത്തോളം നീണ്ട അവരുടെ പ്രണയം ഇരുവരും സ്വകാര്യമായി സൂക്ഷിച്ചിരുന്നു. 2024 ജൂലൈയിലാണ് അവർ പ്രണയം പരസ്യപ്പെടുത്തിയത്. ഇതിനിടെ പലതവണ പല അഭ്യൂഹങ്ങളും പുറത്തു വന്നിരുന്നെങ്കിലും ഇരുവരും മൗനം പാലിക്കുകയായിരുന്നു. എന്നാൽ ലോകകപ്പ് വിജയിച്ചതിന് പിന്നാലെയാണ് രാജ്യം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന സെലിബ്രിറ്റി വിവാഹത്തിന് കളമൊരുങ്ങിയത്. എന്നാൽ ഫാം ഹൗസിലെ ആകസ്മിക സംഭവങ്ങളെ തുടർന്ന് വിവാഹം റദ്ദു ചെയ്യപ്പെട്ടതോടെ മറ്റു ചില വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നു തുടങ്ങിയത്. പ്രധാനമായും പലാഷിന്റെ ചില ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും മറ്റുമെല്ലാം പിന്നീട് പുറത്തു വന്നു തുടങ്ങി. കൊറിയോഗ്രാഫർമാരായ മേരി ഡി കോസ്റ്റ, നന്ദിക ദ്വിവേദി, ഗുൽനാസ് ഖാൻ എന്നിവരുമായി ചേർത്തുകൊണ്ടുള്ള ഇവരുമായുള്ള പലാഷിന്റെ അടുപ്പമാണ് ഈ ഒരു വിവാഹം മുടങ്ങാൻ കാരണമെന്നായിരുന്നു പുറത്തു വന്ന കിംവദന്തികൾ. ഇതിനിടെ പലാഷുമായി ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് മേരി ഡി കോസ്റ്റ രംഗത്തെത്തുകയും ചെയ്തു. മേരിയുമായുള്ള ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളിൽ ഒരു ഫ്ലേർട്ടിംഗ് സ്വഭാവമുള്ള മെസ്സേജുകൾ അടക്കം പുറത്തു വന്നതോടെയാണ് പലാഷിനും സ്മൃതിക്കും ഇടയിലുള്ള ബന്ധത്തിനും വിള്ളൽ വീണത്. ഇതിനൊപ്പം നന്ദിക ദ്വിവേദിയും ഗുൽനാസ് ഖാനും കൂടി ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി. പലാഷുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു ഇവരുടെയൊക്കെയും വിശദീകരണമുണ്ടായത്. ഇതിനിടെ സ്മൃതിയുമായി വളരെ അടുപ്പമുള്ളവരുടെ ചില നീക്കങ്ങളും താരവും പലാഷുമായുള്ള ബന്ധം അവസാനിച്ചതിന്റെ സൂചനകൾ നൽകിയിരുന്നു. വിവാഹാഘോഷങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിലെ സ്മൃതിയുടെ സഹതാരങ്ങളും അവരും വീഡിയോകളും അതുപോലെ ചിത്രങ്ങളും റീലുകളുമെല്ലാം വൈറലായ റീലുകളുമെല്ലാം അപ്പോഴേക്കും നീക്കം ചെയ്തു തുടങ്ങിയിരുന്നു. സ്മൃതിയുടെ അടുത്ത സുഹൃത്തായ ജമീമ റോഡ്രിഗസ് ഇത്തരമൊരു സാഹചര്യത്തെ തുടർന്ന് വനിതാ ബിഗ് ബാഷിൽ നിന്നും പിന്മാറുന്നതായും താൻ സ്മൃതിക്കൊപ്പം ഈ ഘട്ടത്തിൽ താങ്ങായി നിൽക്കുമെന്നും അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതായിരുന്നു ആ സമയത്തെ പ്രധാനപ്പെട്ട വാർത്ത. ഇതോടെ ഏത് സമയവും സ്മൃതിയോ അല്ലെങ്കിൽ പലാഷോ മനസ്സ് തുറക്കുമെന്നും ഈ വിവാഹം റദ്ദാക്കപ്പെടുമെന്നുമുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു. ഈ അഭ്യൂഹങ്ങൾക്ക് ബലം നൽകിക്കൊണ്ട് സ്മൃതി വിവാഹ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും പിന്നീട് വിവാഹ മോതിരമില്ലാതെ ഒരു പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷമായിരുന്നു സ്മൃതി കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാഹം നടക്കുമെന്ന് കരുതിയിരുന്ന തീയതിയും കഴിഞ്ഞുള്ള കൃത്യം 15ാമത്തെ ദിനം ഈ വിവാഹം ക്യാൻസൽ ചെയ്യുകയാണെന്ന ഔദ്യോഗിക പ്രഖ്യാപനം സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചത്. സ്മൃതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: ഈ വിവാഹം റദ്ദാക്കിയിരിക്കുന്നു. സ്മൃതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ വിവാഹം റദ്ദാക്കിയിരിക്കുന്നു എന്ന് ഞാൻ വ്യക്തമാക്കുന്നു. എൻ്റെ ശ്രദ്ധ എപ്പോഴും രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിലാണ്. ഇന്ത്യക്കായി കഴിയുന്നത്ര കാലം കളിച്ച് ട്രോഫികൾ നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുന്നോട്ട് പോകാനുള്ള സമയമാണിത്. സ്മൃതി ഇങ്ങനെയുള്ള വാക്കുകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് പോസ്റ്റ് ചെയ്തത്. ഏതായാലും പലാഷിൻ്റേതെന്ന പേരിൽ പ്രചരിച്ച ചാറ്റുകൾ പുറത്തു വന്നത് തന്നെയാണ് വിവാഹം റദ്ദു ചെയ്യുന്നതിന് കാരണമെന്നാണ് ഇപ്പോഴും അനുമാനിക്കപ്പെടുന്നത്. പിന്നാലെ സ്മൃതിയുമായുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് പലാഷും അറിയിച്ചതോടെ ഈ ഒരു വിവാഹ വിവാദത്തിന് തൽക്കാലത്തേക്കെങ്കിലും അന്ത്യമാവുകയായിരുന്നു. വിവാഹം റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ക്രിക്കറ്റ് പരിശീലനത്തിലേക്ക് സ്മൃതി മന്ദാന കഴിഞ്ഞ ദിവസമാണ് മടങ്ങിയെത്തിയത്. അതാണ് തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇപ്പോൾ ആശ്വാസം നൽകുന്ന ഏറ്റവും പുതിയ വാർത്ത. ഒരു സ്വകാര്യ ഗ്രൗണ്ടിൽ സ്മൃതി ബാറ്റിംഗ് പരിശീലനത്തിൽ ഏർപ്പെടുന്ന ചിത്രം അവരുടെ സഹോദരനായ ശ്രാവൺ മന്ദാനയാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത്. ഈ ചിത്രം വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. ജീവിതത്തിലെ ദുഷ്കരമായ സമയത്ത് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയതിൽ ഒരുപാട് പേരാണ് സ്മൃതിക്ക് ഇപ്പോൾ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. ഈ ഘട്ടത്തിൽ നമുക്കും ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച വനിതാ ക്രിക്കറ്ററായ സ്മൃതി മന്ദാനയ്ക്ക്, നമ്മുടെ സ്വന്തം സ്മൃതി മന്ദാനയ്ക്ക് ആശംസകൾ അർപ്പിക്കാം. സ്മൃതി മന്ദാന, മേ ഫോർച്യൂൺ സ്മൈൽ അപ്പോൺ യു എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ.